ഗൈസ്, ഒരു GSM ബേസ്ഡ് പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ ദിവസങ്ങൾ വേസ്റ്റ് ആയിരിക്കണം ഈ മൊഡ്യൂള് സിം 900 ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും തല്ലിപ്പൊളി മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ തല്ലിപ്പൊളി മൊഡ്യൂൾ. അതിൻ്റെ സിറ്റുവേഷൻ നിങ്ങൾ കണ്ടോ. നെറ്റ്വർക്കിൽ കണക്റ്റ് ആവാനായിട്ട് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും, റീസ്റ്റാർട്ട് ആവും. ഇപ്പോൾ പവർ സപ്ലൈയുടെ വിഷയം എന്ന് പറയുന്നവരോട് 3 പവർ സപ്ലൈ ഞാൻ വാങ്ങി. 5 വോൾട്ട് 2 ആംപിയർ വാങ്ങി, 12 വോൾട്ട് 2 ആംപിയർ വാങ്ങി. ഇതിനകത്ത് ഇൻബിൽട്ട് നമുക്ക് പവർ റെഗുലേറ്റർ ഒക്കെ ഉണ്ട്. 12 വോൾട്ട് 2 ആംപിയർ ആണ് ഇതിന് വേണ്ട റിക്വയർമെൻറ്റ് പറയുന്നത്. അതായത് 5 വോൾട്ട് 2 ആംപിയറിലേക്ക് റെഡ്യൂസ് ചെയ്തെടുത്തോളുന്നു. എന്നിട്ട് ലാസ്റ്റ് 12 വോൾട്ട് 5 ആംപിയർ സപ്ലൈ വരെ നമ്മൾ കൊടുത്തു നോക്കി. അപ്പോൾ ആദ്യമേ നമ്മൾ അഡ്വിനോ നാനോയിൽ ചെയ്തു. അതിൻ്റെ ബാക്കി പത്രങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിലൊരു I2C LCD ഡിസ്പ്ലേ 16:2 ഒരു അൾട്രാസോണിക് സെൻസറും പിന്നെ ഒരു റിലേ മൊഡ്യൂളും ഒരു ബസ്സറും 2 LED ആണ് ഇതിനകത്ത് നമുക്ക് വർക്ക് ആവേണ്ടത്. അപ്പോൾ നമ്മുടെ നാനോയിൽ 2 KB റാം മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഇത് വർക്ക് ആവില്ല എന്നുള്ളൊരു സീൻ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മൊഡ്യൂൾ റീസെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ഈ റാമിൻ്റെ ഇഷ്യൂ കൊണ്ടാണ്. അതിനുശേഷം നമ്മൾ ESP32ലേക്ക് ഇത് കംപ്ലീറ്റ് ചേഞ്ച് ആക്കി. ESP32ലേക്ക് ചേഞ്ച് ആക്കി കഴിഞ്ഞപ്പോഴും GSMൻ്റെ പ്രശ്നമാണ് മെയിൻ ആയിട്ടുള്ളത്. പവർ സപ്ലൈ 2 സെപ്പറേറ്റ് ഉണ്ടായിരുന്നത് ഒരു സിംഗിൾ പവർ സപ്ലൈ ഒക്കെ ആക്കി നമ്മൾ മാറ്റി നോക്കി. എന്നിട്ട് നമുക്ക് ഈ പ്രശ്നം സോൾവ് ആവുന്നേ ഇല്ല. സോ ദയവ് ചെയ്തത് ഈ സാധനം, ഈ സിം 900 ഇത്രയും തല്ലിപ്പൊളി മൊഡ്യൂൾ ഞാൻ വേറെ കണ്ടിട്ടില്ല. ദയവ് ചെയ്ത് ഇത് വാങ്ങി മണ്ടന്മാരാവാണ്ടിരിക്കാം. സിം 800Lൻ്റെ ചെറിയ മൊഡ്യൂളുണ്ട്. അതിലൊരു വോൾട്ടേജ് ഡിവൈഡർ ബയാസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് അലമ്പാണെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന പിന്നുകൾ നിങ്ങൾ കണ്ടാൽ ഗ്രൗണ്ട്, TX, RX, VCC ഈ 4 പിന്ന്. ഇതിൽ VCC ആക്ച്വലി ഔട്ട്പുട്ട് ആണെന്നാണ് ഇതിൻ്റെ എക്സ്പേർട്സ് ഒക്കെ പറയണത്. അതായത് ഈ 12 വോൾട്ട് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അതിനെ റെഡ്യൂസ് ചെയ്തിട്ട് 5 വോൾട്ടായിട്ട് നമുക്ക് ഔട്ട് തരാനുള്ള ഒരു സെറ്റപ്പ് ആണെന്നാണ് പറയണത്. പിന്നെ ഇൻബിൽട്ട് ആയിട്ട് നമുക്ക് SDACL ഉണ്ട്, അതായത് I2C പ്രോട്ടോക്കോൾ ഉണ്ട്. പക്ഷേ ഈ I2C പ്രോട്ടോക്കോൾ ഇതിൻ്റെ RTC റിയൽ ടൈം ക്ലോക്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമാണെന്നാണ് പറയണേ. അല്ലാതെ നമുക്ക് നമ്മുടെ ബോർഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയണത്. അതായത് കൺട്രോളറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയണത്. പിന്നെ അത് സ്പീക്കറും മൈക്രോഫോണും ഒക്കെ കൊടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇറ്റ്സ് എ കംപ്ലീറ്റ് വേസ്റ്റ് ഗൈസ്. ഉപയോഗിക്കരുത്, വേസ്റ്റാണ്. ഇപ്പോൾ ഈ മൊഡ്യൂള് നമ്മൾ ഈ അഡ്വിനോന്നൊക്കെ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചില സമയത്ത് അഡ്വിനോയിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചില സമയത്ത് ഇത് കറക്റ്റായിട്ട് വർക്കാവും. പക്ഷേ കോള് മാത്രം റിസീവ് ആവും. എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഫോണിൽ നിന്ന് നമ്മൾ കോൾ ചെയ്യുമ്പോൾ റിങ് ചെയ്യും, നമുക്ക് ഫോണിൽ കേൾക്കാൻ പറ്റും. അതല്ലാതെ ഒരു SMS റിസീവ് ചെയ്യുന്ന സമയത്തോ ഒരു കറണ്ട് സ്പൈക്ക് ഇത്രയും വലിയ കപ്പാസിറ്റേഴ്സൊക്കെ ഇതിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യമില്ലെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പവർ റിക്വയർമെൻറ്റ് ആംബിയർ സ്പൈക്ക് വരുന്ന സമയത്ത് തന്നെ ഈ സാധനം റീസെറ്റ് ആവും. പിന്നെ ഇതിനകത്ത് അനാവശ്യമായിട്ട് വെച്ച് കൊടുത്തിരിക്കുന്ന ഒരു സാധനമാണ് ഈ RS-232. ഈ RS-232 ഇന്ന് ആരും ഉപയോഗിക്കാത്ത ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളാണ്. അപ്പോൾ ഇതിനകത്ത് മാക്സ് 32 IC ഉണ്ട്. ആ IC വെറുതെ ഇതിൽ നിന്ന് പവർ എടുത്തുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത്. പിന്നെ ഇതിൻ്റെ അടിയിൽ ഒരു പവർ റെഗുലേറ്റർ ഉണ്ട്. ഈ പവർ റെഗുലേറ്ററിൽ നമ്മൾ കുറച്ച് സമയം കൈവച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നെറ്റ്വർക്കിൽ കണക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ BSNL സിമ്മിൻ്റെ ആണെന്ന് പറയുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. BSNL മാറ്റി നമ്മൾ എയർടെൽ നോക്കി, അങ്ങനെ 2G 3G ബാൻഡ് വരുന്ന എല്ലാ സിമ്മുകളും നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ ഇതിനൊരു ഹീറ്റ് സിങ്ക് വെച്ച് കൊടുത്തിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു സ്പൈക്ക് വരുന്ന സമയത്ത് ജസ്റ്റ് നെറ്റ്വർക്കിൽ കണക്റ്റ് ആവുന്നുള്ളതല്ലാതെ നമുക്കൊരു ഡാറ്റ കമ്മ്യൂണിക്കേഷൻ വരുന്ന സമയത്ത് ഈ സാധനം ഒരു ടോട്ടൽ ഫെയിലിയർ ആണ്, വീണ്ടും റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കും. ഒരു ഉപകാരവും ഇല്ലാത്ത മാക്സ് 32 IC ഒക്കെ ഇതിനകത്തിരിപ്പുണ്ട്, ഒരു കാര്യമില്ല. പിന്നെ ചില ഇഷ്യൂ പറയുന്നത് ഇതിൻ്റെ റീസെറ്റ് ലൂപ്പിൽ പോകുന്നതിൻ്റെ കാരണം സ്വിച്ച് ഫ്ലോട്ടിംഗ് സ്റ്റേറ്റിലായി പോകുന്നതാണ്. ഈ സ്വിച്ച് ഫ്ലോട്ടിംഗ് സ്റ്റേറ്റിലായി പോണതിന് ആകെപ്പാട് 2 ടെർമിനലേ ഉള്ളൂ. ഓക്കെ, അതിലൊന്ന് പോകുന്ന ഗ്രൗണ്ടിലേക്കും മറ്റത് ഇതിൻ്റെ ട്രിഗർ ആയിട്ടുള്ള ഇൻപുട്ടിലേക്കാണ് പോകുന്നത്. ഇനി ഇതിനെ VCCയിലേക്ക് ഡയറക്റ്റ് ഷോർട്ട് ചെയ്തിട്ട് 10K റെസിസ്റ്റർ വെച്ച് കൊടുക്കാൻ പറയുന്നുണ്ട്. അത് കൊടുത്ത് നോക്കിയിട്ട് വർക്ക് ചെയ്തിട്ടില്ല. ഇനി ESP32ലേക്ക് പോകുമ്പം ഇത് 3.3 വോൾട്ട് ലോജിക്കും അത് 5 വോൾട്ട് ലോജിക്കും ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു 1Kയും ഒരു 2.2K റെസിസ്റ്ററും വെച്ചിട്ട് നമ്മൾ ഇതിനകത്തൊരു വോൾട്ടേജ് ഡിവൈഡർ ബയാസ് ചെയ്തിട്ട് നോക്കി. എന്നിട്ടും ഈ സാധനം വർക്കായിട്ടില്ല. സോ കൈൻഡ്ലി അവോയ്ഡ് ദിസ് വൺ. കാരണം ഇതൊരു വേസ്റ്റാണ്, നിങ്ങളുടെ കാശ് വെറുതെ പോകും. ഒന്നല്ലതാ 2 മൊഡ്യൂൾ ഞാനിവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് വാങ്ങി കണക്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഒരു 5 മിനിറ്റ് വർക്കാവും. അത് കഴിഞ്ഞ ഈ സാധനം പോയി ഗൈസ്. കാരണം ഇനിയിപ്പോൾ പവറിൻ്റെയും വോൾട്ടേജിൻ്റെ ഇഷ്യൂ ആണെന്നൊന്നും പറയണ്ട. കാരണം ആദ്യം ഏറ്റവും ചെറിയ, അതായത് 5 വോൾട്ടാണ് ഇതിൻ്റെ മിനിമം റിക്വയർമെൻറ്റ് വരുന്നത്. 5 വോൾട്ട് സപ്ലൈ കൊടുത്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് 12 വോൾട്ട് കൊടുത്ത് നോക്കിയിട്ടുണ്ട്. ആംപിയർ ആണെങ്കിൽ തന്നെ 2 ആംപിയറിൻ്റെ കൊടുത്ത് നോക്കിയിട്ടുണ്ട്, 3 ആംപിയർ കൊടുത്ത് നോക്കിയിട്ടുണ്ട്, 5 ആംപിയർ കൊടുത്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇറ്റ്സ് എ കംപ്ലീറ്റ് വേസ്റ്റ്.
സോ ഇത് വാങ്ങിച്ച് വെറുതെ നിങ്ങളുടെ 800-900 രൂപ കളയാതിരിക്കുക. ഓക്കെ.